എടുത്തിട്ടെന്നെ കാര്യമുള്ളൂ. മാമനെ എടുക്കണേ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്ന് കുളിച്ചിട്ടില്ല കേട്ടോ, നനച്ചിട്ടില്ല. ഇന്ന് കുറച്ച് അൽക്കുലത്ത് പരിപാടികളുണ്ട്, കുറച്ച് ക്ലീനിങ് പരിപാടികൾ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ കുളിക്കാത്തത്. ഈ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടല്ലേ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളൂ, ചന്ദനം പൊട്ടൊക്കെ തൊട്ടിട്ട്. അപ്പോൾ ഇന്ന് ചന്ദനം പൊട്ടൊന്നുമില്ല, കുളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ്, അതായത് അത്തം ഓണം ഒക്കെ അല്ലേ വരുന്നത്. പക്ഷേ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ. ഓണത്തിൻ്റെ ആഘോഷമില്ല എന്ന് പറയാൻ കാരണം ഇവിടെ അച്ഛൻ്റെ കുടുംബത്തിൽ 2 മരണങ്ങൾ കഴിഞ്ഞതാണ്. അപ്പോൾ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ല. പക്ഷേ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ വലിയ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല, കുഞ്ഞു കുഞ്ഞു ക്ലീനിങ് ആണ്, ചെറുത്. പിന്നെ ഒരുപാട് നന്നാക്കാനൊന്നും ഉണ്ടാവാറില്ല. കാരണം രാവിലെ അടിക്കുമ്പോഴും തുടയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ മാറാലയൊക്കെ തട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് വലിയ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല, ചെറിയ ചെറിയ ക്ലീനിങ്. അപ്പോൾ ഇന്ന് ഞാൻ റൂമൊക്കെ ഒന്ന് മാറാലയൊക്കെ ഒന്ന് തട്ടി ഒതുക്കി വെക്കാമെന്ന് കരുതി. പിന്നെ ഇവിടെ കച്ചറായിട്ട് കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അത് എൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അടുക്കി പെറുക്കി വെക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജനലും വാതിലൊക്കെ തുടച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. പിന്നെ കർക്കിടക മാസം തുടങ്ങുന്നതിൻ്റെ മുൻപൊന്ന് ക്ലീൻ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നത് കൊണ്ട് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി. അപ്പോൾ അന്ന് തുടച്ചതാണ് കേട്ടോ ജനലും വാതിലൊക്കെ. ഇനി ഒന്ന് ജനലും വാതിലൊക്കെ ഒന്ന് തുടയ്ക്കണം. പിന്നെ മൊത്തത്തിലൊന്ന് വീടൊന്ന് തട്ടിയടിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പണികൾ. അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിച്ചിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ റൂം നന്നാക്കാമെന്ന് കരുതി. റൂമിൽ അത്ര വലിയ മാറാലൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലേ, കുറേ അടുക്കി പെറുക്കി വെക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ റൂമൊക്കെ വേഗം തട്ടിയടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാളിലൊക്കെയാണ് കേട്ടോ തട്ടിയടിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, വേഗം പണികളൊക്കെ അങ്ങനെ ചെയ്ത് തീർക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, തുടയ്ക്കാനാണുള്ളത്, അതായത് ജനലും വാതിലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇപ്പോൾ എൻ്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറയാറില്ലേ, ഓണം, വിഷു, നവരാത്രി, കർക്കിടക മാസം, പിന്നെ മണ്ഡലകാലം, അങ്ങനെ ആ സമയങ്ങളിലൊക്കെ ഒരു പ്രത്യേകമായിട്ടൊരു ക്ലീനിങ് ഉണ്ടാവും. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ആ സമയത്ത് എൻ്റെ ഭാഗമായിട്ടൊരു ക്ലീനിങ് ഉണ്ടാവും. അതിപ്പോൾ ഞാൻ എവിടെ പോയാലും അങ്ങനെ തന്നെ കേട്ടോ. അത് എൻ്റെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. സ്വയം പുകഴ്ത്തി പറയല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റൂമൊക്കെ ശരിയാക്കി. പിന്നെ ഹാളിലും അച്ഛൻ്റെ റൂമിലും ഉമ്മറത്തൊക്കെ മാറാലൊക്കെ തട്ടി അടിച്ച് വാരി. ഇപ്പോൾ ഇവിടെ അനിയൻ്റെ റൂമിലാണ് കേട്ടോ. അവരുടെ റൂമിൽ അത്യാവശ്യം മാറാലുണ്ട്, അത് എത്ര തട്ടിയാലും അങ്ങനെ പോവില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. പിന്നെ അവൻ കിടക്കൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുന്നുണ്ടോ. കിടക്കുമ്പോൾ അവർ കിടക്കൂല കേട്ടോ, കട്ടിൽ മേലെ കിടക്കുകയുള്ളൂ. പുതിയ കിടക്കയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡീപ്പായിട്ടൊരു ക്ലീനിങ് ഉണ്ട്. ഇവിടെയും കുറേ സാധനങ്ങൾ വലിച്ച് വാരിയിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കണം. അതിന് എങ്ങനെയാണ് ശരിയാക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ചായ കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അടുക്കളയിലെ അമ്മയാണ് കേട്ടോ. ഒന്ന് അടുക്കളയ്ക്ക് ഞാൻ പോയിട്ടില്ല. രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഈ പണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോഴേ നമ്മളെ കൂടെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടെങ്കിൽ എന്ത് സുഖമല്ലേ. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ എന്തോ ഒരു മടിയാണ്. പക്ഷേ നമ്മൾ തന്നെയല്ലേ എടുക്കാനുള്ളൂ എന്ന് ഉണ്ടാകുമ്പോൾ പിന്നെ ഇപ്പോൾ നമ്മളല്ലേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഒരു ഭാഗത്ത് മാറാല തട്ടുന്നു, ഒരു ഭാഗത്ത് അടിച്ചു വാരുന്നു, ഒരു ഭാഗത്ത് തുടയ്ക്കുന്നു, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇത് രസമായിരിക്കും അല്ലേ. പിന്നെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ പിന്നെ നമ്മളെ സമയവും പോയി കിട്ടും. വെറുതെ ഇരിക്കണ്ടല്ലോ. വെറുതെ ഇരിക്കുമ്പോൾ വിറച്ചിക്കുക എന്ന് പറയുന്ന പോലെ വെറുതെ ഇരിക്കാൻ മടിച്ചിട്ടാണ് ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താവും, നമ്മളെ സമയവും പോവും, പിന്നെ വീടും വൃത്തിയായി കിട്ടും. അപ്പോൾ അടിക്കലൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരിയിട്ടില്ല, ഇങ്ങനെ മാറാലൊക്കെ തട്ടി കഴിഞ്ഞു. ഇനി എൻ്റെ റൂമിൽ ജനൽമേൽ ഞാൻ അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങളൊക്കെ ജനൽമേലാണ് വയ്ക്കും കേട്ടോ. അലമാരയിൽ നിന്നൊക്കെ എടുത്തിട്ട് ഷോക്കേസിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ജനൽമേൽ ഇങ്ങനെ വയ്ക്കും. വേഗം എടുക്കാൻ വേണ്ടി ചീപ്പ്, പിന്നെ ഭസ്മം, ചന്ദനം, പിന്നെ ഓയിൽമെൻറ്റുകൾ, കത്രിക, പേന, പെർഫ്യൂം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കയ്യെത്തും ദൂരത്തായിട്ട് ഈ ജനൽമേൽ തന്നെ വെക്കാറാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, പ്രസാദേട്ടനും അങ്ങനെ തന്നെ. പ്രസാദേട്ടൻ്റെ 2 ചീപ്പ് ഉണ്ടാവും, എൻ്റെ ഒരു ചീപ്പ്. പിന്നെ പേന, പെൻസിൽ, കത്രിക, മൈലാഞ്ചി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ജനൽമേൽ
വാരി ഇങ്ങോട്ട് കിടക്കയിൽ ഒരു പേപ്പർ വിരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം അലമാരയ്ക്ക് തന്നെ വെക്കണം. പിന്നെ ജനലൊക്കെ ഒന്ന് തുടയ്ക്കും വേണമല്ലോ. അപ്പോൾ ജനൽ തുടയ്ക്കുന്നതിൻ്റെ മുൻപ് ആദ്യം അലമാരയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ കട്ടിലിൻ്റെ കാണുന്ന ഭാഗങ്ങൾ മൊത്തം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു മേശയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അത് കട്ടിലിനോട് ചാരിയിട്ടാണ്. അപ്പോൾ ആ കുഞ്ഞു മേശയൊന്ന് തുടയ്ക്കണം. പിന്നെ ജനലുകളും തുടയ്ക്കണം. അപ്പോൾ അത്യാവശ്യം ക്ലീനിങ്, ഒരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിൽ തന്നെയാണുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, നല്ല മഴ കേട്ടോ. 2-3-4 ദിവസം അടുപ്പിച്ച് നല്ല വെയിൽ കിട്ടിയതുകൊണ്ട് അതിന് പകരമായിട്ട് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. അപ്പോൾ പിന്നെ ഇതാ വീടിനകത്തുള്ള ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കാമെന്ന് ഏറ്റവും നല്ലത്. അങ്ങനെ അലമാരയൊക്കെ തുടച്ച് കഴിഞ്ഞു. ഇനി ജനലൊക്കെ തുടയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഹാളിലൊക്കെ അത്യാവശ്യം ഞാൻ തുടച്ചു. അച്ഛൻ്റെ റൂം തുടച്ചു. പിന്നെ ഉമ്മറത്തൊക്കെ ജനലും വാതിലെല്ലാം തുടച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ റൂമിലേക്ക് വന്നത് കേട്ടോ. അങ്ങനെ മൊത്തത്തിലെല്ലാം ഒന്ന് ക്ലീനായി വന്നപ്പോഴേക്കും ഞാൻ തളർന്നു പോയിട്ടോ. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഒരു ദിവസത്തെ പണി കഴിഞ്ഞു. ഇനി അടുത്ത പണി പിറ്റേ ദിവസം എടുക്കാമെന്ന് കരുതിയിട്ട് പണി നിർത്തി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ റൂമിൽ നിന്ന് ഞാൻ പ്രസാദേട്ടൻ്റെ ഷർട്ടുകളെല്ലാം എടുത്ത് മാറ്റി ഒന്ന് കുടഞ്ഞ് വിരിക്കാമെന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കുകയാണ്. പക്ഷേ ഇത് മുഴുവൻ അയൺ ചെയ്യാനുണ്ട്. ഇനി ഇതൊന്ന് എപ്പോഴാണ് അയൺ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ഷർട്ടുകളുണ്ട്. അതെല്ലാം ഞാൻ അവിടെയൊക്കെ തട്ടി അടിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കുകയാണ്. അപ്പോൾ അതാ ഈ നീല ടീഷർട്ട് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നീല ടീഷർട്ട്. അങ്ങനെ തട്ടലും കുട്ടലൊക്കെ കഴിഞ്ഞു. ഇതാ അത്യാവശ്യം വേസ്റ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ റൂമിൽ നിന്ന്. അങ്ങനെ ഒരു ദിവസത്തെ പണി അങ്ങനെ കഴിഞ്ഞു. ഇതാ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം ഇതാ 4 മണിയാവാനായി. 3 മണിയായപ്പോഴാണ് പണിയൊക്കെ കഴിഞ്ഞ്. അങ്ങനെ ഇന്നലത്തെ പണി കഴിഞ്ഞു കേട്ടോ. ഇന്നലത്തെ പണി അവിടെ സ്റ്റോപ്പാക്കി. പിന്നെ ഇന്ന് രാവിലെ കുളിക്കുന്നതിന് മുൻപ് ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഫർണിച്ചറൊക്കെ കഴുകുന്ന പണിയായിരുന്നു കേട്ടോ. കുറച്ച് ഫർണിച്ചറേ ഉള്ളൂ. അതൊക്കെ ഒന്ന് കഴുകി, ചിലതൊക്കെ തുടച്ചു. പിന്നെ ഇന്നും രാവിലെ നല്ല മഴയാണ്, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. അപ്പോൾ അകത്തുനിന്ന് തന്നെയാണ് ഈ പണികളൊക്കെ ചെയ്തത് കേട്ടോ. ഇന്ന് കുറച്ച് പണികളേ ഉള്ളൂ. രാവിലെ ഒരു 8:30 മണിക്ക് തുടങ്ങിയിട്ട് 9:30 മണിയായപ്പോഴേക്കും ഈ കഴുകലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റായി. പിന്നെ ഇതെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് മീൻ നന്നാക്കാനുള്ള ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇനി മീൻ നന്നാക്കിയിട്ട് കുളിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഇന്നലെ കൊണ്ടുവന്ന മീനാണ് കേട്ടോ. അത്യാവശ്യം അയലകളാണ് കേട്ടോ. അയലക്കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, അയല മീനാണ്. അപ്പോൾ മീൻ എത്ര ദിവസം മുൻപ് കൊടുന്നാലും നന്നായിട്ട് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് നിൽക്കാനിതാ ഇങ്ങനെ മീൻ മൂടുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രഷ് ആയിട്ട് പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നല്ല എയർ ടൈറ്റായിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട്, മീൻ മൂടുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് എയർ ടൈറ്റായിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമ്മൾ ഫ്രഷ് മീൻ വാങ്ങുന്ന പോലെ തന്നെ ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ സമ്പന്നയും ചാനലിൽ കണ്ടതാണ്. അപ്പോൾ സംഭവം ശരിയാണ്, ഞാൻ അങ്ങനെ തന്നെ വെക്കാറ്. അങ്ങനെ എൻ്റെ തട്ടലും കൊട്ടലും കഴിഞ്ഞു. മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചു. അത് കഴിഞ്ഞതാ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 10 മണി. അപ്പോൾ രാവിലെ ഒരു 8:30 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ് ഓരോ പണികൾ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി. ഇനി നേരെ അടുക്കളയിലേക്ക്. മഴക്കാലമായാലും നമ്മൾ രാവിലെ കുളിച്ചാലും വൈകുന്നേരം കുളിച്ചാലും മുടിയൊന്നും ഉണങ്ങി കിട്ടില്ല അല്ലേ. മുടിയിലാണെങ്കിൽ ഞാൻ നനഞ്ഞ തോർത്തുമുണ്ടാട്ടോ കെട്ടി വെച്ചത്. ഇനി നല്ല ഉണങ്ങിയൊരു ടവലെടുത്തിട്ട് മുടിയിൽ കെട്ടി വെക്കണം. എന്നാലേ ഒന്ന് വെള്ളമെങ്കിലും ഒന്ന് വാർന്ന് പോവുള്ളൂ. ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെയിൽ എന്ന് പറഞ്ഞ സാധനമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല മഴ തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ ഇങ്ങനെ ചീഞ്ഞോണ്ടൊരവസ്ഥ. അതായത് മഴ പെയ്തില്ല, അങ്ങനെ ചീഞ്ഞ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ആയാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2-3 ദിവസമായി കിട്ടിയിട്ട് പകരമായിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ചോറ് ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ വെക്കണം. പിന്നെ ഇന്നും വെള്ളരി തന്നെയാണ് കേട്ടോ കറി. മോരുകറിയല്ല, പുളി ഒഴിച്ചിട്ട് പുളിങ്കറിയാണ്. പിന്നെ കൈപ്പങ്ങയുണ്ട് തോരൻ വെക്കാൻ. അങ്ങനെ സിമ്പിൾ ലഞ്ചാണ്. അപ്പോൾ വെള്ളരിക്ക കഴുകിയിട്ട് ഇതാ കുക്കറിൽ വേവിക്കുകയാണ്. കയ്പ്പ ഇതാ നന്നാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കി കുത്തി അരിഞ്ഞിട്ട് ഉള്ളിയും ഇഞ്ചിയൊക്കെ കൂടെ കുത്തി അരിഞ്ഞിട്ട്
നാളികേരം ചതച്ചതിട്ട് വെച്ചാൽ നല്ല അടിപൊളി തോരനാവും. പിന്നെ അയിലമീൻ ഇതാ കഷ്ണം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പുളി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ പാചകത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, കയ്പ്പങ്ങ തോരൻ വെക്കാനും വെള്ളരി കറി വെക്കാനും മീൻ വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ചോറ് ഇതാ റെഡിയായി, എൻ്റെ വെള്ളരി പുളിങ്കറി ഇതാ റെഡിയായി. പിന്നെ ഇതാ മീൻ ഇതാ വറ്റിച്ചെടുത്തത്, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ മീൻ വരട്ടിയത്. പിന്നെ ഇതാ പാവയ്ക്ക തോരൻ, അതായത് കയ്പ്പങ്ങ കൊണ്ട് തോരൻ വെച്ചത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. ചോറും കറിക്കായി. ഇനി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. എൻ്റെ കൂട്ടുകാരിൻ്റെ വീട്ടിൽ പോട്ടെ. മഴയൊക്കെ പോയി, മാനം തെളിഞ്ഞു. അപ്പം ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ ഗംഗുമോളെ വീട്ടിൽ. ഇങ്ങനെ ഞാനിതാ ഇവിടെ എത്തി. എൻ്റെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ തയ്ക്കാൻ കൊടുത്ത് അത് വാങ്ങാൻ വേണ്ടി പോകണം. അങ്ങനെ ഞാനിതാ ഗംഗുമോളെ വീട്ടിലെത്തിയിട്ടോ. ഗംഗുമോൾ ഇതാ സ്കൂളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഫോണിൽ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവളോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ അമ്മ അകത്ത് എന്തൊക്കെയോ പണിയിലാണ്. അപ്പോൾ ഇതാ ഇവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇരുന്നാൽ റോട്ടിലേക്ക് ശരിക്ക് കാണാം കേട്ടോ. പിന്നെ ഇതാ അവരെ വീടിൻ്റെ മുറ്റത്ത് നല്ല ഭംഗിയുള്ളൊരു ചെടി കണ്ടോ, നമ്മളെ വാഴല്ലേ, അതായത് അലങ്കാരച്ചെടി. ഇതിന് പേര് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും നല്ല രസമുണ്ട് ഈ വാഴ കാണാൻ. ഇതാ കുഞ്ഞു കായ്കളൊക്കെ ആയിട്ട് നല്ലൊരു വാഴച്ചുണ്ടും നല്ല കളറ്, നല്ല ഭംഗിയുള്ളൊരു ചെടി. അലങ്കാരച്ചെടിയാണ് കേട്ടോ അത്, നല്ല വാഴയല്ല. ഞാനിത് ആ ചെടീൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. പക്ഷേ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ചെടി കാണുന്നില്ല, ക്ലിയർ ഇല്ല അല്ലേ. പിന്നെ ഇവരെ മുറ്റത്ത് അത്യാവശ്യം നല്ല ചെടികളുണ്ട് കേട്ടോ, നല്ല പൂക്കളുള്ള ചെടികൾ. ഈ തെച്ചിപ്പൂ കണ്ടോ, നല്ല രസമല്ലേ. പിന്നെ ഇവിടെ പല വെറൈറ്റി കളറിലെ ചെമ്പരത്തി ഉണ്ടാവാറുണ്ട്. ഞാൻ 2 കമ്പ് ചെമ്പരത്തി കൊണ്ടുപോയി നട്ടിട്ട് അത് നന്നായിട്ട് പൂത്ത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെമ്പകത്തിൻ്റെ കളറും പിന്നെ ഒരു ലൈറ്റ് റോസും. പിന്നെ ഇതാ ഈ മരം ഞാനിപ്പോഴാണ് കാണുന്നത്. ഞാൻ ഈ മരം കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ എൻ്റെ വിചാരം ഇതൊരു അലങ്കാരച്ചെടിയാണെന്നാണ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ ഈ മരം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പേര് കേട്ടപ്പോഴല്ലേ ഞാൻ ഞെട്ടിപ്പോയത്. ഇതാണത്രേ ദേവദാരു. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ദേവദാരു മനസ്സിൻ്റെ താഴ്വരയിലല്ല, ഹിമാലയൻ താഴ്വാരങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷമാണത്രേ ദേവദാരു. ദേവദാരുവിനൊരു പ്രത്യേകതയുണ്ട്. 100 വർഷം കഴിഞ്ഞാലാണത്രേ ഇത് പൂവിടുക. അപ്പോൾ ഈ പൂക്കൾ കാണാൻ ആർക്കാ ഭാഗ്യം ഉണ്ടാവുക അല്ലേ. നല്ല ഭംഗിയുള്ള പൂക്കളാണത്രേ. ഇത്രയും അത്ഭുതസിദ്ധിയുള്ളൊരു വൃക്ഷമാണെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഈ ചെടി എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് അറിയോ, പക്ഷേ ദേവദാരു ആണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഏതായാലും ദേവദാരു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ദേവദാരു ദേവീദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട വൃക്ഷമാണെന്നാണ് പറയുക. ഹിന്ദു മതവിശ്വാസപ്രകാരം ദേവദാരു ഉള്ളിടത്ത് ലക്ഷ്മി ദേവി വസിക്കുമെന്നാണ് പറയുക, അതായത് ദേവീദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട വൃക്ഷം. പിന്നെ ഇതിനെക്കുറിച്ച്, ഈ വൃക്ഷത്തെക്കുറിച്ച് ഖുറാനിൽ പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്. ഇതെല്ലാം വായിച്ചറിഞ്ഞതാണ് കേട്ടോ. പിന്നെ പാകിസ്ഥാൻ്റെ ദേശീയ വൃക്ഷമാണ് ദേവദാരു. ഹിമാചൽ പ്രദേശിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് ദേവദാരു. ഹിമാലയൻ താഴ്വാരകളിൽ ഹിമാചൽ പ്രദേശ്, കാശ്മീർ ആ ഭാഗങ്ങളിൽ ഒരുപാട് കാണപ്പെടുന്ന വൃക്ഷമാണത്രേ ദേവദാരു. പിന്നെ ഈ വൃക്ഷം കാണുന്ന പോലെയല്ല കേട്ടോ, ഒരു സിദ്ധ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നൊരു വൃക്ഷമാണത്രേ ദേവദാരു. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ തടി നല്ല ഉറപ്പുള്ളതും ഈടുള്ളതും നല്ല കാതലുള്ളതുമാണത്രേ. വീടുണ്ടാക്കാനും പായ്ക്കപ്പലുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇല, പൂവ്, തണ്ട് എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന്ന് വാറ്റിയെടുക്കുന്ന ഒരു തരം തൈലമുണ്ട് അത്രേ. ആ തൈലം വേദനകൾക്കൊക്കെ ഉത്തമമാണെന്നാണ് പറയുക. പിന്നെ വൃക്കരോഗങ്ങൾക്ക്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പലതരം കഷായത്തിലൊക്കെ ഇത് ചേർക്കുന്നുണ്ട് എന്നൊക്കെ എല്ലാം വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഏതായാലും ദേവദാരു കാണുന്ന പോലെ അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ദേവദാരുവിനെ കുറിച്ച് പാട്ടിങ്ങനെ കേൾക്കും എന്നല്ലാതെ ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ചെടി പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ദേവദാരു ഒന്നും അറിയില്ലായിരുന്നു. ഏതായാലും ദേവദാരു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഈ പൂവാണത്രേ ദേവദാരുവിൻ്റെ പൂവ്. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തതാണ് കേട്ടോ. അതായത് 100 വർഷം കഴിഞ്ഞിട്ട് പൂക്കുന്ന പൂവല്ലേ, അതൊന്ന് കാണണം തോന്നി. അങ്ങനെ ദേവദാരുവിനെയൊക്കെ കണ്ട് തയ്ച്ച ഡ്രസ്സൊക്കെ വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.